ഇത് നമുക്ക് നല്ലൊരു മൈസൂർ പാക്ക് ഉണ്ടാക്കി നോക്കിയാലോ. മൈസൂർ പാക്ക് അതെല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം നമുക്കൊരു നല്ലൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് കടലമാവ് ഞങ്ങൾ തരിച്ച് വെച്ചതാണ്. കടലമാവിൽ കട്ട ഉണ്ടാവാതെ നല്ല തരിച്ച് സെറ്റാക്കിയ കടലമാവാണിത്. ഏകദേശം നമുക്കൊരു 1/2 കപ്പ് കടലമാവ്. എന്നിട്ടൊരു മീഡിയം തീയിൽ നമുക്കത് ലൈറ്റായിട്ട് ഓവർ ചൂടാവാതെ ഒന്ന് ഇളക്കുമ്പോൾ കടലമാവിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് വരും. അതുവരെ അത് നല്ലോണം ഒന്ന് ഇളക്കുക. ഓവർ ചൂടാവരുത്. ചൂടായ ചിലപ്പോൾ അത് കരിഞ്ഞു പോകും. അതിനുശേഷം കടലമാവ് എടുത്ത് മാറ്റി വെച്ച് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ്, അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഷുഗർ, 1/2 കപ്പാണ്, 1/2 കപ്പ് തന്നെ ഷുഗർ ആഡ് ചെയ്യുക. ഷുഗറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഏകദേശം നല്ലവണ്ണം മിക്സായി ആ പഞ്ചസാരൻ്റെ അളവൊക്കെ മാറി, കാണുന്ന പഞ്ചസാര അളവൊക്കെ മാറി നല്ല ഒന്ന് തിളച്ച് വന്ന് അതിലൊരു പശ രൂപത്തിൽ പഞ്ചസാര ആവുന്നവരെ അത് നല്ല രീതിയിൽ ഇളക്കാം. അതൊരു ഏകദേശം ആ ഒരു പഞ്ചസാര ഒരു പശ രീതിയിൽ വരെ ആയി മാറും. അപ്പം അതുവരെ ഇളക്കി നല്ലോണം ചൂടാക്കി തീ എപ്പോഴും മീഡിയത്തിൽ വെച്ചേ ചെയ്യാൻ പാടുള്ളൂ. നല്ല രീതിയിൽ ഇളക്കി സെറ്റായതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച നെയ്യും കടലമാവും കൂടെ മിക്സ് ചേർക്കുക. തീ എപ്പോഴും ശ്രദ്ധിക്കണം, മീഡിയത്തിലേ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ അത് നല്ല രീതിയിൽ ഇളക്കുക. ഒട്ടും സമയം നമ്മളവിടെ വേസ്റ്റ് ചെയ്യരുത്. സമയം വേസ്റ്റ് ചെയ്യാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നെയ്യ് എടുത്തിട്ട് ഇതിൻ്റെ ഏകദേശം നെയ്യ് ഇതിൽ വറ്റി തുടങ്ങുമ്പോൾ നെയ്യ് പിന്നെയും കുറച്ചും കൂടെ ഒഴിക്കുക. അങ്ങനെ 2-3 തവണ ആയി നമ്മളെടുത്ത് വെച്ച നെയ്യ് ഇങ്ങനെ ഒഴിച്ച് ഇതിനെ സെറ്റ് ചെയ്യുക. കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കാരണം ഈ നെയ്യ് ഒഴിക്കുന്ന ഒരു രീതി തെറ്റിപ്പോയാൽ അതിന് വളരെ മാറ്റം സംഭവിക്കും. നെയ്യ് അതിൻ്റേതായ സമയത്ത് ഒഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതൊഴിച്ച് നല്ല രീതിയിൽ സെറ്റ് ചെയ്യുക. അവസാന വശം നെയ്യ് ഞങ്ങളത് ഒഴിച്ച് എന്നിട്ട് അത് നല്ല രീതിയിൽ സെറ്റ് ചെയ്യുക. നല്ല രീതിയിൽ ഇളക്കി ആ നെയ്യ് കുറച്ച് കുറഞ്ഞ് വന്ന് ഒന്ന് സെറ്റായി വരുമ്പം നേരത്തെ നമ്മൾ പുറത്തെടുത്ത് വെച്ചിരിക്കുന്ന പാത്രമുണ്ട്. അപ്പം ഞങ്ങളെടുത്ത് ചതുരത്തിലുള്ള പാത്രം, ഞങ്ങൾ റൗണ്ട് ഷേപ്പിലുള്ളൊരു പാത്രമുള്ളത്. അപ്പോൾ ഞങ്ങൾ അതിലേക്ക് മാറ്റാനാണ് പ്ലാൻ ചെയ്തത്. റൗണ്ട് ഷേപ്പിൽ ആക്കുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ. ഇപ്പം ചതുരത്തിലുള്ള പാത്രമാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ അതിനെക്കൊണ്ട് സാധിക്കും. എന്നിട്ടത് പെട്ടെന്ന് തന്നെ ചൂടാറാതെ തന്നെ നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതൊന്ന് സെറ്റാകാൻ വേണ്ടി കുറച്ച് സമയം നമ്മൾ വെക്കണം. ഒരു 1/2 hour അങ്ങനെ തന്നെ വെച്ചാൽ അത് നല്ല രീതിയിൽ സെറ്റാവും. നല്ല രീതിയിൽ സെറ്റായതിന് ശേഷം അത് നമുക്ക് നല്ല രീതിയിൽ മുറിച്ചെടുക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് മൈസൂർ പാക്ക്. പിന്നെ അത് കട്ട് ചെയ്തൊരു പ്ലേറ്റിലേക്കൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് കാണാനൊരു ഭംഗിയാണ്, അത് കഴിക്കാനൊരു ഭംഗിയാണ്. മൈസൂർ പാക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ മൈസൂർ പാക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.